വിവിധ വർണ്ണങ്ങളിൽ റോസാപ്പൂക്കൾ പോലെ ഫ്ലവേഴ്സ് തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് കമേലിയ ജപ്പോണിക്ക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ചെടികളെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയാണ് കമേലിയ ജപ്പോണിക്ക കേട്ടോ. ഇത് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോ ഗ്രോത്താണ് ഈ ചെടി, പക്ഷേ വളർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലവേഴ്സ് ഇതുപോലെ തരും കേട്ടോ. നമ്മളിത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ചാണകപ്പൊടി യൂസ് ചെയ്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുക. അതുപോലെ തന്നെ നല്ല തണൽ കിട്ടുന്ന ഇടം നോക്കിയിട്ട് ഇത് പ്ലേസ് ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് റെഡ്, വൈറ്റ്, പിങ്ക് ഈ 3 കളേഴ്സിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ കാണുന്ന ചെടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. ഈ പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് പറയുന്നത്. 580 രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റാണ് അസേലിയ പ്ലാന്റ്സ്. അസേലിയ പ്ലാന്റ്സും നിങ്ങൾക്ക് ഒരുപാട് പേർക്കൊക്കെ അറിയാൻ കഴിയുമായിരിക്കും. ഇതുപോലെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമേലിയയ്ക്ക് നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് വേണ്ടതെങ്കിൽ ഇതിന് നേരെ തിരിച്ച് അത്യാവശ്യം നല്ല ചൂട് കാലാവസ്ഥയിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് തരുന്നൊരു പ്ലാന്റാണ് അസേലിയ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് വരുന്ന റേറ്റ് 2 കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അസേലിയയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് 450 രൂപയാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരിക. ഈ ഒരു സെയിം പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ വീഡിയോയിൽ. ഇതേപോലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ. ഒരുപാട് പേര് പ്ലാന്റിൻ്റെ ഫോട്ടോ അയക്കാമോ, ഏത് സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എടുത്ത് പറയുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന അതേപോലത്തെ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലോഗ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കഴിയും. ഓർഡർ ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം വാട്സപ്പിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക. അതിനുശേഷം നമ്മൾ കൊറിയർ ചെയ്യുന്നത് DTDC കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റാണ് ജാഡ്വൈൻ പ്ലാന്റ്സ് അഥവാ പൂക്കളുടെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ജാഡ്വൈൻ. ഇതിൻ്റെ 2 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് റെഡ് കളറും മറ്റൊന്ന് ബ്ലൂ കളറുമാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ജാഡ്വൈൻ പ്ലാന്റ്. ഇതിൻ്റെ ഒരു കുല പൂവിൽ തന്നെ ഒരുപാട് ഇതളുകളാണ് ഉണ്ടാവുക, നിറച്ചും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഉണ്ടാവും കേട്ടോ ഈ ഒരു ചെടിയിൽ. ഇതിന് വേണ്ട കാലാവസ്ഥയും നല്ല ചൂട് കാലാവസ്ഥയാണ് വേണ്ടത്. ഈ ഒരു പ്ലാന്റ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിനും നല്ല രീതിയിൽ ചാണകപ്പൊടി മാത്രം നിങ്ങൾ വളമായിട്ട് കൊടുത്താൽ മതി. ഇത്രയധികം പൂക്കൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ജാഡ്വൈൻ പ്ലാന്റ് നമുക്ക് കുറ്റിച്ചെടിയായിട്ടല്ല, ഒരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ടാണ് വളർത്തിയെടുക്കാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുടെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 900 രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടൈം എടുത്തിട്ടാണ്, എയർ ലെയറിങ് വഴിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കൂടാതെ ഇത് അയക്കുമ്പോൾ നമുക്കിതിൻ്റെ മണ്ണൊന്നും അധികം ഒഴിവാക്കാനും സാധിക്കില്ല. അത്യാവശ്യം നല്ല വെയിറ്റിലാണ് വരിക. പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നതും ഒരു 2 ഫീറ്റ് 3 ഫീറ്റ് ഹൈറ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് ഇത്രയും റേറ്റും വരുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ പോട്ടിൽ ഇതേപോലത്തെ തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പം ഇത് അയക്കുന്നതിന് നല്ല വെയിറ്റ് വരും. അതുകൂടെ കൊണ്ടാണ് പ്ലാന്റിന് ഇത്രയും റേറ്റ് വരാനുള്ള കാരണം കേട്ടോ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന തൈകളാണ് ജാഡ്വൈൻ പ്ലാന്റിൻ്റെ ബ്ലൂ കളർ കേട്ടോ. ഇതും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ബ്ലൂ കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് താരതമ്യേന റെഡിനേക്കാൾ കുറവാണ്. 600 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പം ബ്ലൂവും റെഡും കൂടെ ഒരുമിച്ചെടുക്കുമ്പോൾ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ് കേട്ടോ.
അടുത്തതായിട്ടും പരിചയപ്പെടുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ബൊഹീനിയ പ്ലാന്റ്സ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ്സ് കൂടിയാണ് ബൊഹീനിയ പ്ലാന്റ്സ് കേട്ടോ. ക്രീപ്പർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ കഴിയുന്ന പ്ലാന്റ് തന്നെയാണ് ബൊഹീനിയ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന പോലത്തെ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ, ബൊഹീനിയ പ്ലാന്റ്സിൻ്റെ. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 430 രൂപയാണ്, ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് കേട്ടോ. ഇതും നമുക്ക് ഒരുപാടൊന്നും മണ്ണ് റിമൂവ് ചെയ്യാൻ കഴിയില്ല, അത്യാവശ്യം നല്ല വെയിറ്റ് വരും. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് ഇത്രയും റേറ്റ് വരുന്നത്. കൂടാതെ ഇത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഈ ഒരു ചെടിക്കും നമുക്ക് വേണ്ടത് കാലാവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിലുള്ള കാലാവസ്ഥ തന്നെയാണ്. വെയിൽ കിട്ടുന്ന ഏരിയയിലാണ് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് ക്രീപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ അതിമനോഹരമാണ് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 നിറത്തിലാണ് ഇത് നമുക്ക് പൂക്കൾ തരിക കേട്ടോ. അതിമനോഹരമാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കേട്ടോ. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. അത് ക്യാറ്റ്സ് ക്ലോ, ഗാർലിക് വൈൻ, ഗോൾഡൻ കാസ്കേഡ്, മണിമുല്ല, അതുപോലെ തന്നെ യെസ്റ്റർഡേ ടുഡേ, ടുമോറോ, അതുപോലെ തന്നെ ലെക്കസ്റ്റോമ, ആന്തൂറിയം പ്ലാന്റ്സ്, പവിഴമല്ലി, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രീപ്പർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വെരിഗേറ്റഡ് ടൈപ്പ് വരുന്ന ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ്, അതുപോലെ തന്നെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ്സിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ്, ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ്. അപ്പോൾ എല്ലാവരും ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെയാണ് ക്രീപ്പർ പ്ലാന്റ്സ് വരിക കേട്ടോ. കവറിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരിക. ബാക്കി എല്ലാ ചെടികളുടെയും വിവരങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്നതാണ്. കാറ്റലോഗ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.